സഹോദരി, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ. കൽപ്പുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരിൽ ചാലിച്ചെടുത്തൊരു കഥന കഥ. ഞങ്ങളുടെ കഥയുടെ പേര് അടർക്കളത്തിലെ പടക്കുതിര. അതേ, പടക്കുതിര. തിരുനാമം മൊഴിന്തും കൊണ്ടിവിടൂത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമുരൈത്തെ കഥകൾ പറയട്ടെ അനുജരിൽ അഹ്ലുബൈത്തിൽ അഹദന്റെ തിരുനാമം മൊഴിന്തും കൊണ്ടിവിടൂത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമുരൈത്തെ കഥകൾ പറയട്ടെ അനുജരിൽ പതിനെതിരായി ചിന്താഭാരവുമായാണ് മദീനയിൽ നിന്നും ഉറക്കമുണരുന്നത്. എന്തോ പന്തികേട് സംഭവിച്ചിട്ടുള്ളത് പോലെ, എന്തോ പ്രതികാരദാഹമാണല്ലോ എല്ലാവരുടെയും സംസാരത്തിൽ പതിഞ്ഞു പോകുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മസ്ജിദ് നബിയുടെ ഓരത്ത് ചിന്തയിൽ ആണ്ടുകൊണ്ടിരിക്കുന്നത് ജാഫർ ഇബ്നു അബീ ത്വാലിബ് തന്നെയല്ലേ? നബിയുടെ എല്ലാമായിരുന്ന അബൂ താലിബിന്റെ പുത്രൻ ജാഫർ, ധീരനും വീരനുമായ അലിയ തങ്ങളുടെ പ്രിയ സഹോദരൻ ജാഫർ കണ്ടാൽ റസൂലാണെന്ന് തോന്നിപ്പോകും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പീഠത്തോരിൽ ബഫറയിൽ ചെന്നാലേ അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പുന്നാരെ അവരെ ശുറഹികൾ കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പുന്നാരെ അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പുന്നാരെ അവരെ ശുറഹികൾ കൊന്നാരെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസറയിൽ പ്രചരിപ്പിക്കാനെത്തിയ ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശുറൈഹിബിൽ നിന്നും കൊന്നു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മിലേക്ക് തിരിച്ചു വരില്ല. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. അണ പൊട്ടിയിരുന്ന കണ്ണീർ കണ്ണുകൾക്കിടയിലും ജാഫർ റളിയല്ലാഹു അൻഹു ഒരു പുലിക്കുട്ടിയെ പോലെ നിന്ന് ചീറ്റി. മദീന യുദ്ധദാഹം വേങ്ങാതിരിക്കുകയാണ്. സഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുന്നു. 1000 വരുന്ന രണ്ട് വീരന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് കാത് കൊടുക്കുകയാണ്. എന്തായിരിക്കും റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്? തീരുത്താഹ റസൂലുള്ളാഹിന്റെ മറായ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്യജിച്ചുള്ളോരേ. തീരുത്താഹ റസൂലുള്ളാഹിന്റെ മറായ സ്വഹാബത്തോരേ, ഇരുലോകം ജയിക്കുവാൻ അഖിലവും ത്യജിച്ചുള്ളോരേ. സിദ്ദീഖ് ഹാരിസ് മുന്നിൽ നിന്ന് ജാഫർ അബ്ദുള്ള പിന്നിൽ ചെന്ന് ഇടറടും നിന്നിട ചെന്നിട ഫിർദൗസിൽ തനിയണം റഹീമായോനേ. ചേനോടെ ദീന നിർത്തണം അദീമായോനേ. അതെ, സെയ്ദ് ബിൻ ഹാരിസിന് വല്ലതും സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. ഈ ഞാൻ തന്നെ ആരംഭപ്രവായ റസൂലുള്ളാഹിന്റെ ദീനിന്റെ നേതൃത്വം നൽകാൻ എന്നെ ഏൽപ്പിച്ചുള്ളൂ. ഈ എന്നെ തന്നെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ജാഫർ റളിയല്ലാഹു അൻഹു അത്ഭുതം ആനന്ദത്താൽ പുലർത്തു. എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കണം. തന്റെ പ്രിയതമയോട് ഇവിടെ ചോദിക്കണം. തന്റെ അസ്മ, അതെ അവൾ പാവമാണ്. ജീവിതത്തിന്റെ മനുകർന്ന വസന്തരാവത് ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. റബ്ബേ, എന്റെ പൊന്നു മോൾ ഒരു സ്വപ്നം പോലെ എല്ലാവരുടെ അസ്തമിച്ചൊടുങ്ങുകയാണോ? അവർ ആരാണ് തമ്പുരാനെ ഉള്ളത്? ഒഴുകുന്ന കണ്ണുകളോട് തീരുന്ന ചിന്തയിൽ ജാഫർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയത് അറിഞ്ഞിരുന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ടും ഭാര്യ അസ്മ പടിവാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ മാറോട് ചേർത്ത് പിടിച്ച് അസ്മ
മോളെ അസ്മ യാത്ര പോയി തൊണ്ടയിൽ കുടുങ്ങി, വരട്ടെ മോളെ വരട്ടെ, നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗ ലോകത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പോരാം. ആ 4 നയനങ്ങളും നയാഗ്രാ വെള്ളച്ചാട്ടം പോലെ നിറഞ്ഞൊഴുകി ഒഴുകുന്ന കണ്ണുനീരുകൾ തുടച്ചുകൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹു തന്റെ പടക്കുതിരയുടെ മുകളിലേക്ക് ചാടിക്കയറാൻ നിൽക്കുമ്പോൾ പിറകിൽ നിന്നതാ അതെ തന്റെ ഇടനെഞ്ചിൽ ഓടിക്കയറിയ മോനെ എല്ലാം മറന്ന് വാരി പുണർന്ന് ഒരു നിമിഷം അങ്ങനെ നിൽക്കുമ്പോൾ പടവാൾ കുറച്ചുകൊണ്ട് ആ ധീരവനിത പറയുകയാണ്, പൂർണ്ണം പ്രിയനേ അടർ കാലത്തിൽ പഠിച്ചോർ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ പെരിയാൻ മറന്ന് ക്ഷണിച്ചിടാം ഞാൻ പൂമോനിരുന്നിടും സ്വർഗം പൂണ്ടാൻ പൂർണ്ണം പ്രിയനേ കാലത്തിൽ പഠിച്ചോൻ വിളിക്കുന്നുണ്ടതിൽ ക്ഷണത്തിൽ. അതെ, മുഅ്തദിന്റെ പടർക്കളം 1,00,000 വരുന്ന ശത്രുക്കൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്നു. എന്നാൽ ശത്രുവിന്റെ അംഗബലം മുസ്ലിം സൈന്യത്തെ തളർത്തിയില്ല. യുദ്ധം പ്രകമ്പനം അന്തരീക്ഷത്തിൽ ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, മഹാനവറുകളുടെ ശരീരത്തിൽ വെട്ടേറ്റു. രക്തത്തിൽ കുതിർന്ന മഹാനവറുകളുടെ പതാക നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന അമർധ്വനി ഉറക്കെ മുഴക്കിക്കൊണ്ട് ഇരയെ കണ്ട സിംഹത്തെ പോലെ ശത്രുപാളയത്തിലേക്ക് നിരഞ്ഞു കയറി തലങ്ങും മലങ്ങും മാഞ്ഞു കെട്ടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിൽ കരിയില പോലെ പാറി നടന്നു. വീരൻ ചാടി ഉയർന്ന് തകർക്കുന്നേ വള്ളൽ തിരുമഹമൂദിൻ തൃക്കോടി ഇട്ട് ചെവിട്ടുന്നോനാരടാ വീരൻ ചാടി ഉയർന്ന് തകർക്കുന്നേ വള്ളൽ തിരുമഹമൂദിൻ തൃക്കോടി ഇട്ട് ചെവിട്ടുന്നോനാരടാ അമ്പവൻ തന്നോട് ദീനിൽ ഉൾക്കൊണ്ട് അല്ലാഹ് പെരിയോനെന്നോദിയേ അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് വമ്പരെ നെഞ്ച് പിളർത്തിടേ വമ്പുറ്റ ജാഫർ വീരൻ ചാടി ഉയർന്ന് തകർക്കുന്നേ വള്ളൽ തിരുമഹമൂദിൻ തൃക്കോടി ഇട്ട് ചെവിട്ടുന്നോനാരടാ ഒരു കോപാല